വെൽക്കം ടു പാർട്ടി ഓഫ് ചായ സ്റ്റോറീസ്. ഇന്ന് ചായ കിട്ടിയില്ല, പകരം കളമണ്ട റുബിസ് ക്യൂബാണ് കിട്ടിയത്. അപ്പോൾ ഇത് അവനെ അടിക്കണായിട്ട് പിന്നെ ഈ സാധനം തിരിച്ചു കൊണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഞാൻ തുടങ്ങിയ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ബിസിനസ് തന്നെ ഒരു ബിസ്ക്കറ്റ് കച്ചവടമാണ്. മറ്റേ പണ്ട് സാഗർ ഇലസ്റ്റാക്കി പറഞ്ഞ പോലെ ആ ബിസ്ക്കറ്റ് കച്ചവടമല്ല, ഇത് ഉസ്മാനിയ ബിസ്ക്കറ്റ് എന്ന് പറയും. ഇത് ഒരു ഹൈദരാബാദ് ബേസ്ഡ് ബിസ്ക്കറ്റാണ് ഈ ഉസ്മാനിയ ബിസ്ക്കറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളടുത്തൊരു ഡീലർ ഉണ്ടായിരുന്നു, ഹോൾസെയിൽ സെല്ല് ചെയ്യണേ. നമ്മൾ അവിടെ ഹോൾസെയിലിന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റീറ്റെയിലായിട്ട് വീട്ടിലേക്ക് കൊടുക്കും. ഇതാണ് പരിപാടി. ഇത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഇരിക്കുന്ന ടൈമിൽ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഈ ബിസിനസ് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് സാധനം സെയിൽ ചെയ്ത് തരുന്നത്. ഇപ്പോൾ ഡെയിലി പറഞ്ഞ പോലെ 1-2 പീസ് സെല്ല് ചെയ്ത് തരുന്നത്. പിന്നെ വീക്കിലാണ് എടുക്കുക. വീക്കിൽ 10-12 പീസ് 13 പീസൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ അടക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ടൈമിൽ എനിക്ക് തരുന്ന സപ്ലയർ ഈ പ്രൊഡക്റ്റ് മാറ്റി. ആക്ച്വലി ഉസ്മാനിയ ബിസ്ക്കറ്റ് തന്നെ അവരെ ഉണ്ടായിരുന്നത്, പക്ഷേ വേറെ കമ്പനിയാക്കി. ആ കമ്പനിയാക്കി ഞാൻ ഇത് സെല്ല് ചെയ്യാൻ തുടങ്ങി. ഞാനെടുത്ത് സെല്ല് ചെയ്തു. ഒരു 10-12 ക്ലയൻസിന് വീട്ടുകാരിൽ കൊടുത്തു. അവരൊക്കെ മേടിച്ച് പൈസ തന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ബാക്കി ഒറ്റ പീസ് ഉണ്ടായിരുന്നു. ആ പീസ് ഞാൻ കഴിച്ചു നോക്കി. കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി കിട്ടിയെന്നുള്ളത്. ആ പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഫ്ലോപ്പ് ആയിരുന്നു. അതിൻ്റെ ഇടയിലേ പണി കഴിഞ്ഞ് പോണ കുറച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് കോളാക്കി. അപ്പോൾ വീഡിയോ കട്ടേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞെടുത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധനം പ്രൊഡക്റ്റ് രണ്ടാമത് വന്ന് കമ്പനിയുടെ സാധനം എടുത്ത് സെല്ല് ചെയ്തു. പക്ഷേ അതിലെനിക്ക് ഫ്ലോപ്പായി. ഞാൻ വന്ന് വീട്ടിൽ വന്ന് ഒരു ബിസ്ക്കറ്റിൻ്റെ ഞാൻ ടെസ്റ്റ് അടിച്ചു. ഞാൻ വീട്ടിലെടുക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ ടെസ്റ്റ് അടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം ഫ്ലോപ്പായിരുന്നു. ആക്ച്വലി ഈ സാധനം എൻ്റെ ടേസ്റ്റ് എൻ്റെയിൽ ഡിഫറെൻ്റായി. ഞാനത് പോയി അവരോട് കംപ്ലയിൻറ്റ് ചെയ്യുകയും ചെയ്ത്. പക്ഷേ അവർ പറഞ്ഞത് അവർക്ക് ഓൾറെഡി എന്നെ ചെയ്ത് തന്നെ ക്ലയൻറ്റിൽ നിന്ന് സാധനം കിട്ടണില്ല, അവർക്ക് കൊടുക്കേണ്ടി വന്നപ്പോൾ അവരിതാക്കിയെന്നുള്ളതാണ്. അതിനുശേഷം ഒറ്റയടിക്ക് ഈ 12 പേരും സ്റ്റോപ്പായി. പിന്നീട് ആൾക്കാരും ഇതാണെന്ന് കാണുമ്പോൾ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാണ്ടായി. അവരും സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ആ ബിസിനസ് എനിക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ വേറൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബിസിനസ്സിൻ്റെ സ്റ്റോറി അടുത്ത വീഡിയോയിലാണ്.